ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചൂട് കാലമാണ്, ഐസ്ക്രീമൊക്കെ കഴിക്കാൻ നമുക്ക് തോന്നുമല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും. വിപ്പിംഗ് ക്രീമോ മിൽക്ക് മെയ്ഡോ ഫ്രഷ് ക്രീമോ മുട്ടയോ ഒന്നും വേണ്ട. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കൽ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കും. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുകയാണ്. ഇടിയപ്പപ്പൊടിയാണ്, നല്ല നൈസായിട്ട് പൊടിച്ച പൊടി. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്, വറുക്കാത്തത് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ വെള്ളം നമ്മൾ ചേർക്കരുത്. വെള്ളം ചേർത്താൽ ആ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റേ പോകും കേട്ടോ. നന്നായിട്ട് കലക്കിയെടുക്കുക. അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിയോ കോൺഫ്ലോറോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 250 ml ആണ്. ഇനി ഒരു പാനിൽ ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ സിമ്മിൽ വെച്ച് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരണം, പാല് ചൂടായും വരണം. അപ്പോൾ ഇതാ പാല് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ആ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ അലിഞ്ഞും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആയിരിക്കും കലക്കി വെച്ചിരിക്കുന്നത്. അരിപ്പൊടി താഴെ അടിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഒന്നും കൂടി നന്നായിട്ട് കലക്കിയിട്ട് വേണം പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇനി തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കിടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുറുകി വരണം. അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ചിലപ്പോൾ പൊങ്ങിക്കളയും. ആ സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പം മാവിൻ്റെ പരുവാവുന്ന വരെ നമ്മൾ കുറുക്കിയെടുക്കണം. അധികം കട്ടി കൂടി പോകാനും പാടില്ല. ഇപ്പോൾ ദാ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂട് മാറി വരണം. അപ്പോൾ ഇതാ ഇത് ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ചേർത്താൽ കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കുമെന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് എയർ ടൈറ്റായിട്ട് അടയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് വയ്ക്കാം. 8 മണിക്കൂറെങ്കിലും എടുക്കും സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വെച്ചതാണ്, രാവിലെ ആയപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കാണാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ ഇനി നിങ്ങൾ വിപ്പിംഗ് ക്രീമോ മിൽക്ക് മെയ്ഡോ ഒന്നും വാങ്ങാൻ പോവില്ല. ഫ്രഷ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല, മുട്ട വേണ്ട. ഇത് തന്നെ വീണ്ടും വീണ്ടും തയ്യാറാക്കും. കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിക്കും. നല്ല ഹെൽത്തിയും അല്ലേ. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.